പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് തന്നെ നാടനായിട്ടുള്ളൊരു സംഭാരമാണ്. അപ്പോൾ ഈ ഒരു പൊള്ളുന്ന ചൂടൊക്കെ ഉള്ള ഈ ഒരു സമയത്ത് സംഭാരമൊക്കെ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ഇതള് പുതിനയില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 കാന്താരിയും ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ കറിവേപ്പിലയാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നത്, അതാണ് കുറച്ച് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഞാനിവിടെ കുറച്ച് കട്ട തൈരും കൂടി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിൽ അടിച്ചതൊന്നുമല്ല, ഇനിയാണ് നമ്മൾ മിക്സിയിൽ അടിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഡ്രൈ ഒന്നും അല്ല, കുഴപ്പമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളിത് അടിച്ചെടുക്കാനുള്ളതാണ്. അതിന് ഇഞ്ചിയാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്, അതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ വെളുത്തുള്ളി 2 അല്ലി ചേർത്ത് കൊടുത്തു, മല്ലിയില ചേർത്ത് കൊടുത്തു, കാന്താരിമുളക് ഇട്ട് കൊടുത്തു, പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണേ. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. പുതിനയില ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടും, കാരണം നല്ലൊരു റിഫ്രഷിംഗ് ആണ് പുതിനയില എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ചതച്ചെടുക്കാമേ, ഒറ്റ തവണ ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ കട്ടത്തൈരില്ലേ, അതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ചതഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞു വരും. അതുപോലെ തന്നെ തൈരും നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാമേ, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മധുരമൊന്നും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലെ സംഭാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളിതിൽ കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് അത് വളരെയധികം ഗുണമാണ് നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒഴിച്ച് കുടിക്കാം. ഇനി നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാമേ. പക്ഷെ നമ്മൾ ചോറിൽ ഒഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ട് എടുക്കണം, അതാണ് നമ്മൾ കുഴച്ച് കഴിക്കാൻ ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടല്ല ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.